ഹലോ. അപ്പോൾ ഇത് ഫ്ലേവറയുടെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. റാഗി വെർമസലിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് കേട്ടോ. റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളും നമ്മുടെ ഷുഗർ പേഷ്യൻറ്റിന് അടിപൊളിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് വെക്കാം കേട്ടോ. ഹലോ ടീമേ, ക്യാമറ പിടിക്കുന്ന ഞാനാട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ വെള്ളത്തിൽ ഉപയോഗിക്കാം, ആവിയിൽ ഉപയോഗിച്ചെടുക്കണ്ട. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കൊരു അപ്പോൾ ഉപ്പുമാവ് ഇപ്പോഴും ആയിട്ടില്ല കേട്ടാ, തുടക്കമായിട്ടുള്ളൂ. സംഭവം നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കല്ലേ താരെ. ചെറിയൊരു പണിയുണ്ട് അല്ലേ. അപ്പം നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളിയാണ് നല്ലത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ബീൻസ് വേണം, ക്യാരറ്റ് വേണം, സവാള വേണം, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില. അത്രയും മതി. അപ്പം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണേ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ താര എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ക്യാരറ്റ് കൊതിച്ചാണ്ട ചിരി നോക്കിയേ. എന്നിട്ട് നമുക്ക് കടുക് ഇടണം. കടുക് പറ. വെളുത്തുള്ളി ഇടൂല്ലേ? ഇഞ്ചിയൊന്നും മൂത്ത് വരുമ്പോൾ എന്താണ് നമുക്ക് അടുത്തത്? പച്ചമുളക്. പച്ച കളറാണ്. അടിപൊളി. കറിവേപ്പില പറഞ്ഞില്ല, കറിവേപ്പില ചെറുതായിട്ട് അറിയണോട്ടോ. അങ്ങനെ ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണെങ്കിൽ താരെ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമാണ് വന്നത്. ഇത് ആരുടെ ഷർട്ടാന്ന് അറിയാമോ? അതാണ് ബെനീസ് ബാസിൻ്റെ ഷർട്ടാണ് താരെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടല്ലേ. ഒരു കാര്യം മറന്നുപോയി. എന്താണെന്ന് അറിയാമോ? ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിട്ടതിന് പെട്ടെന്ന് നമുക്ക് വെന്ത് വെജിറ്റബിൾസ്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം അതിന് ചേർക്കാനേ പാടില്ല. ഷർട്ടില്ല ബാക്കിൽ ഫോട്ടോ ഉണ്ടാവും താര കണ്ടിട്ട്. അത് നീ ഷർട്ട് ഇടണേന്ന് നല്ല ഫോട്ടോയാ. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് നമുക്ക് ഊറ്റി മാറ്റി വെച്ചിരുന്ന റാഗി വെർമസലി ഇടാം. വെർമസലി എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് അടിപൊളി. മുടിയൊക്കെ കെട്ടി വെച്ച് സുന്ദരിയാണോ? കുഴപ്പമില്ല, അത് ഇളക്കല്ലേ. ഇളക്കി. അപ്പോൾ വെന്തിട്ടുണ്ടല്ലേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ. സംഭവം അടിപൊളിയാണ്. നമ്മൾ നേരത്തെ വൈറ്റ് സേമിയ വെച്ചുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. ഇത് റാഗിയാണ്. റാഗി ഒരു അക്ഷരത്തിന് വ്യത്യാസമല്ലേ വന്നുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഹെൽത്തി ഫുഡാണ് കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് അടിപൊളിയാണ്. മണം ഉണ്ടെങ്കിൽ ഗുണം ഉണ്ടാവും എന്ന് പറയുന്നത്. ഇതിൽ നല്ല ഗുണമുണ്ട് കേട്ടോ. നിനക്ക് ഇതൊക്കെ ആരെ പഠിപ്പിച്ചാന്ന് ഇതൊക്കെ ഉണ്ടാക്കല്? സംഭവം സൂപ്പറാണ് കേട്ടോ. താരം വന്നതിന് ശേഷമേ വെറൈറ്റി ഒരുപാട് ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. മീൻ മാത്രം കഴിച്ചിരുന്ന ഞങ്ങൾ വെറൈറ്റി ഫുഡ് കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളിയാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ. സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റാഗി ഉപ്പുമാവ് പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. ചെറുതായിട്ട് അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അത്രയ്ക്കൊന്നുമില്ല. ഇല്ലല്ലേ? സാധാരണ എന്ത് ചോദിച്ചാൽ അടിക്ക് പിടിക്കണതാണല്ല. ഇതെന്നാലും കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. ഇതെന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് കിട്ടി. അടിക്ക് പിടിക്കാറൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കാറില്ല വീഡിയോയിൽ അല്ലേ. സംഭവം അങ്ങനെ ഉണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാലോ? നമുക്ക് കഴിക്കാലോ. അപ്പൊ ഇതിന്റെ കൂടെ എന്താണ് നമുക്ക് കോമ്പറ്റീഷൻ? ആ സംഭവം എന്താ? എനിക്ക് പഞ്ചസാര ഇഷ്ടം. എനിക്ക് പപ്പായ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പായ നല്ല മധുരമാണ്. ഇന്നലെ പകുതി കഴിച്ച് പകുതി ഇന്നാണ് കഴിക്കുന്നത്. നല്ല പഴുത്ത സാധനമാണ്. ഇത് കണ്ട അടിപൊളി, നല്ല ടേസ്റ്റാ. പുട്ടും പപ്പായം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുട്ടും മാങ്ങയും കൂടിയൊക്കെ കഴിക്കണം. അപ്പം ഞാൻ കഴിച്ചു നോക്കുക കേട്ടോ. പഞ്ചസാരയിട്ടല്ലേ നീ കഴിക്കുന്നത്? നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ പപ്പായം കൂടി കഴിക്കാൻ പോണത്. ഞാൻ ആദ്യം പപ്പായ ഒന്ന് വെറുതെ ഒന്ന് കഴിച്ചാൽ ചേട്ടാ. ആരും കൊതിക്കരുതേ. കൊതി വന്നിട്ടുണ്ടല്ലേ? അപ്പം എനിക്ക് കൊതി വന്നു കേട്ടോ. പപ്പായ കഴിക്കാത്തത് ആരാ? എൻ്റെ കഴിക്കലാണ്ടപ്പോൾ കൊതി വന്ന്. അപ്പോൾ ചെറിയൊരു പീസ്
പപ്പായ താരൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കട്ടാ. ഇതുണ്ട, ഞാൻ ഈ നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ കഴിച്ചിട്ടില്ല. പഴം മാങ്ങ അല്ലെങ്കിൽ പപ്പായ കൂടിയൊക്കെ ഒന്ന് കഴിച്ചു നോക്കും. പുട്ടും കഴിക്കാം, ഉപ്പുമാവൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കണം. ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണാട്ടാ.